ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 60-61 കേട്ടാലോ? 60-ാമത്തെ ശ്ലോകം ആദ്യം കേൾക്കാം. ഇതില് ദേവിയുടെ ശബ്ദഭംഗിയെയാണ് സ്തുതിക്കുന്നത്. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരി പിപന്ധ്യാ ശർവാണി ശ്രവണചുളുകാഭ്യാം വിരളം ചമത്കാര ശ്ലാഘാ ചലിതശിരസാ കുണ്ടലഗണോ ഝണത്കാരൈഃ സ്ഥാരൈഃ പ്രതിവചനമാചഷ്ട ഇവതേ. അമ്മേ, അമൃതവചനങ്ങൾ പൊഴിച്ച് അടിയങ്ങളുടെ അജ്ഞാന അന്ധകാരം നീക്കി അനുഗ്രഹിച്ചാലും ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം കേൾക്കാം. ദേവിയുടെ വായിൽ നിന്നും പുറത്തു വരുന്ന മധുരവാണികൾ മതിമയക്കുന്നു. വീണ വായിച്ച് ശിവമഹിമകൾ പാടുകയായിരുന്നു സരസ്വതി ദേവി. അത് കേട്ട് ദേവി തലകുലുക്കുമ്പോൾ കുണ്ടലങ്ങൾ ഝൺ 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 എന്ന ശബ്ദമുണ്ടാക്കി. ഒപ്പം ദേവി ഭേഷ് എന്ന അഭിനന്ദനവും പൊഴിച്ചു. അപ്പോൾ ആ ശബ്ദമാധുര്യവും താളബോധവും സരസ്വതി ദേവിയെ ആനന്ദമത്തയാക്കി. അവർ തൻ്റെ വീണയെ പട്ടുറയിട്ട് മൂടിവെച്ചു. ദേവിയുടെ മോഹന ശബ്ദത്തിനായി കാതോർക്കാൻ തുടങ്ങി. ദേവിയുടെ ശബ്ദഭംഗിക്ക് അത്രയും മഹിമയുണ്ട്. അതായത് ദേവിയുടെ സുഭാഷിതം സാക്ഷാൽ സരസ്വതി ദേവിക്ക് കൂടി ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നു എന്ന് സാരം. ഈ ശ്ലോകം 45 ദിവസം 1000 ഉരു ജപിച്ചാൽ സകല വിദ്യയും വശമാകുമെന്നാണ് പറയുന്നത്. ഓം ശ്രീ മഹാദേവേ നമഃ. അടുത്തതായി 61-ാമത്തെ ശ്ലോകം കേട്ടാലോ? ഇതിൽ ദേവിയുടെ നാസിക, അതായത് മൂക്കിന്റെ വർണ്ണനയാണ്. അസൗ നാസാ വംശ സ്തുഹിനഗിരി വംശധ്വജപടി ത്വദീയോ നേദീയ ഫലതു ഫലമസ്മാകമുചിതം വഹന്ത്യത്തർ മുക്താഃ ശിശിരകര നിശ്വാസഗളിതം സമൃദ്ധ്യാ യത്താസാം ബഹിരപി ച മുക്താ മണിധരാ. അമ്മയുടെ മുക്താമണികൾ കിലുങ്ങുന്ന മൂക്കുത്തിയുടെ ശോഭ ഞങ്ങൾക്ക് മംഗളമരുളട്ടെ. അമ്മേ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഇനി ശ്ലോകത്തിന്റെ അർത്ഥം. ഹിമവാന്റെ കുലത്തിന്റെ കൊടിക്കൂറയായി ശോഭിക്കുന്ന ഹേ പാർവതി ദേവി, മുളയുടെ കമ്പുകളിൽ മുത്തുണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. അവിടെ വീണിറങ്ങുന്ന മഴത്തുള്ളികൾ ക്രമേണ മുത്തായി മാറുമത്രേ. മുളം തണ്ടിൽ കൂടി കാറ്റ് വീശുമ്പോൾ ഇടയ്ക്ക് ഒരു മുത്ത് പുറത്തേക്ക് വന്നേക്കും. ദേവിയുടെ തിരുനാസികയെ ഇവിടെ മുളയായി സങ്കല്പിച്ച് ഉള്ളിലെ ഒരു മുത്ത് ഇടത്തെ മൂക്കിലെ പിങ്കളാ നാഡിയിൽ കൂടി ഉച്ഛ്വസിക്കുമ്പോൾ പുറത്തു വന്ന് ഇടത്തെ മൂക്കിനെ അലങ്കരിക്കുന്നുവോ എന്ന് തോന്നുന്നു. മനുഷ്യ ശരീരത്തിൽ ഇട, പിങ്കള, സുഷുമ്ന എന്നിങ്ങനെ 3 നാഡികളുണ്ട്. ഇടാ നാഡിക്ക് സൂര്യനെന്നും പിങ്കള നാഡിക്ക് ചന്ദ്രനെന്നും സുഷുമ്ന നാഡിക്ക് അഗ്നി എന്നും പേരുണ്ട്. ഇനി ഇതിലൊരു യോഗശാസ്ത്ര രഹസ്യമുണ്ട്. അതുപ്രകാരം കാമക്രോധാദികളാൽ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ശ്വാസം ഇടത്തെ മൂക്കിൽ കൂടി ഉള്ളിൽ പോയി വലത്തെ മൂക്കിൽ കൂടി പുറത്തു വരും. എന്നാൽ ഉത്തമ ചിന്തകളിൽ മനസ്സ് ലയിച്ചിരിക്കുമ്പോഴോ ഇത് മാറി ഉച്ഛ്വാസം വലത്തെ മൂക്കിൽ കൂടിയും നിശ്വാസം ഇടത്തെ മൂക്കിൽ കൂടിയും ആകും. ചിത്തലയം വന്ന മനോതീത അവസ്ഥയിൽ ശ്വാസമടങ്ങി കുംഭകമായി നിൽക്കും. അപ്പോൾ കാര്യമെന്നത് നിശേഷമില്ല. ദേവി കാര്യബ്രഹ്മമായി വർത്തിക്കുന്നവളാണ്. എപ്പോഴും കരുണ എന്ന ഉത്തമോത്തമ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. അതിനാൽ
വലത്തെ നാസികയിൽ കൂടി ശ്വാസം ഉള്ളിലെടുത്ത് ഇടത്തെ നാസികയിൽ കൂടി പുറത്തുവിടുന്നു. ദേവിയുടെ നാസികയിൽ കൂടി ദിവ്യമായ ശ്വാസം വരുന്നു. സാധാരണയായി മുളയുടെ ദ്വാരത്തിൽ കൂടി ശ്വാസം അയച്ചാലാണ് വേണുഗാനം പുറത്തേക്ക് വരിക. ഇവിടെ പുറത്തു വരുന്നത് എന്താണ്? ദേവിയുടെ ശ്വാസം ഉള്ളിലുള്ള മുത്തിനെ തന്നെ ഇളക്കിക്കൊണ്ടുവന്ന് പുറമെ മൂക്കുത്തിയായി അണിയിച്ചിരിക്കുന്നു അത്രേ. സാക്ഷാൽ ദേവിയുടെ ശ്വാസമാണ് വേദം. മുക്തം എന്ന മുത്തിനെയും മുക്തി എന്ന മോക്ഷാവസ്ഥയെയും ശ്ലേഷമായി ചേർക്കാറുണ്ട്. വേദരൂപമായ ശ്വാസത്താൽ മുക്തി നൽകുന്ന മുത്തു വന്നതായി ഇവിടെ പറയുന്നു. താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര എന്ന സഹസ്രനാമത്തിൽ ദേവിയെ വർണ്ണിക്കുന്നുണ്ട്. മൂക്കുത്തിയുടെ പ്രകാശത്താൽ നക്ഷത്രകാന്തിയെ വെല്ലുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദേവി അമ്മേ, സകലർക്കും രക്ഷ നൽകണേ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.